ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവിടെയും നല്ല മഴയാണ്. അപ്പോൾ ചെടികളൊക്കെ ചില ചെടികളൊക്കെ മഴയത്ത് വെച്ചാൽ അത് പോവും, നശിച്ചു പോണ ചെടികളുണ്ട്. അല്ലാതെ നമ്മൾ എന്താ പറയുക, മഴ കൊണ്ടാൽ ഒരു കുഴപ്പമില്ലാത്ത കുറേ ചെടികളുമുണ്ട്. അപ്പോൾ മഴയത്ത് പറ്റാത്ത ചെടികളിലേക്ക് ഉള്ളിൽ വെച്ച് സേഫാക്കുക, നമ്മളും സേഫാകുക. മഴക്കാലമാണ്, അസുഖങ്ങളൊക്കെയുള്ള സമയമാണ്. അപ്പം നമ്മളും സേഫാകുക, വഴിക്ക് വീഴാതെയൊക്കെ നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറേ ചെണ്ടുമല്ലി തൈകളുണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചോളൂ. കളർ അറിയില്ല. 4 എണ്ണം 10 രൂപയ്ക്കാണ്. ഞങ്ങൾ ആവശ്യമുള്ളവർ ചോദിച്ചോളൂ കേട്ടോ. എന്താണ്, ഓണക്കാലമാകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ വാങ്ങി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വീഡിയോ. ഇത് തെച്ചിയാണ്, നല്ല കളർ, എന്താ പറയുക, അത് ഒരു പീച്ച് കളർ തെച്ചിയാണ്. ഇത് ഈ വൈറ്റ് തെച്ചി നമ്മൾ ഇതിൻ്റെ ഒപ്പം രണ്ടുപേരും അടുത്തടുത്ത് വച്ചതാണ്. അപ്പോൾ ആ നല്ല പ്യൂർ വൈറ്റ് ആയിരുന്നു. ഇതാ അതിൽ ഈ കളറും കൂടി വന്നിരിക്കുക. പോളിനേഷൻ നടന്നിട്ട് നല്ല തെച്ചി. നമ്മൾ ചട്ടിയിലാണല്ലോ എല്ലാവരും, ഇപ്പോൾ ഒക്കെ സ്ഥലമില്ലാത്തവരൊക്കെ ചട്ടികളിലാണല്ലോ വെക്കുക. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഇതാ വേര് തെങ്ങിയിട്ട് ചട്ടി ഇതാ പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോവാറില്ലേ, നിങ്ങൾക്ക് ഉള്ളവർ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചട്ടി പൊട്ടിയിരിക്കുകയാണ്, വേര് തെങ്ങി നിറഞ്ഞിട്ട്. ഇതും അങ്ങനെയാണ് വെച്ചിട്ട് ഇത് പൊട്ടിയിട്ടില്ല, ഇത് പൊട്ടില്ല. അപ്പം നമുക്കിതിനൊന്ന് റീപോർട്ട് ചെയ്യാം. അതിനുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ തെച്ചിപ്പോൾ ഈ മഴക്കാലത്തും നല്ല ഭംഗിയിൽ എന്താ കളറ് വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാറ്റി ഒന്ന് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക്, നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കണം. ഇടയ്ക്കത് മാറ്റണം, അല്ലെങ്കിൽ അതിന് വേര് നിറഞ്ഞ് വന്നിട്ട് പ്ലാസ്റ്റിക് ചട്ടികളിലല്ലോ ഇപ്പോൾ നമ്മൾ എടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ്, ചട്ടി പൊട്ടും. മൺചട്ടിയാണെങ്കിലും പൊട്ടും. ഇത് അങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചട്ടിയിൽ നിന്നും ഇതിനെ അങ്ങോട്ട് മാറ്റുകയാണ്. ഒന്ന് പൊട്ടി എന്താണെങ്കിലും അങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നിതിനെ മാറ്റിയിട്ട്, മണ്ണ് നനഞ്ഞ് കിടക്കുകയല്ലേ, കുതിർന്നിട്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ വലിയൊരു ചട്ടി എടുത്ത് വെക്കാം. ആ ചട്ടിയിലേക്ക് നമുക്കിതിനെ ആദ്യം മാറ്റി വെക്കാം. ചകിരി കഷ്ണമൊക്കെ നല്ല വേനൽക്കാലത്ത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ചകിരിയൊക്കെ മേലെ വെച്ചാണ്. അപ്പം നമുക്കിതാ ഇതിനെ ഇതുപോലൊരു ചട്ടിയിലേക്കാണ് നമ്മൾ മാറ്റണം. വലിയ 10 ഇഞ്ചിൻ്റെ പോട്ടിലേക്കാണ് നമ്മൾ മാറ്റണത്. അപ്പോൾ നമുക്കിതിന് ഓട്ടും കഷ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് ഓട്ടും കഷ്ണമൊക്കെ ഇട്ടു. എന്നിട്ട് നമുക്കിതാ കുറേ ഇത് ഉണങ്ങിയ ഇലയാണ്, ഇതൊക്കെ മഴയത്ത് നനഞ്ഞാണ്. നമുക്കത് കുറേ ഫില്ല് ചെയ്യാം. ആദ്യം കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഇതിന് വേണ്ട മണ്ണാണിത്. നമുക്ക് ചാണകപ്പൊടിയും മണ്ണും എന്താണ് ചണ്ടില്ലേ, നെല്ലിൻ്റെ പതിര്, അതൊക്കെ കൂടിയിട്ടാണ് ഇതിങ്ങനെ കൊട്ടിയിട്ടുണ്ട്. നോക്കാം. എന്നിട്ട് അതിനെ ഇറക്കി വയ്ക്കാം. ഇതിനെടുത്തിട്ട് നമുക്കിതിനകത്ത് വെച്ചു. അപ്പോൾ പുതിയ മണ്ണുമായി നമുക്ക് സെറ്റാക്കിയിട്ട് നമ്മൾ വച്ചതാണ്. ഇതിൽ മണ്ണും ചാണകപ്പൊടി എല്ലാം ഉണ്ട്. ഇതിൽ എല്ലുപൊടിയും വേപ്പിൻ മണ്ണൊക്കെ ഇട്ട് നമ്മൾ കലക്കി വെച്ച മണ്ണാണ്. അപ്പോൾ നിറയെ മണ്ണിടുക. ഇതിനെ പോട്ടിങ് ഇങ്ങനെ ആക്കി വെച്ച് നല്ല ഗ്രോത്തായിട്ട് നമ്മുടെ ചെടികൾ വളരും. എപ്പോൾ ചട്ടിയിലിടയ്ക്ക് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെടി ഗ്രോത്തായിട്ടും നല്ല ഭംഗിയായിട്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാറ്റിനും പ്രചോദനം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.